9ാം ക്ലാസ് ക്രിസ്മസ് എക്സാം ഇതാ തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ്. നമ്മളടുത്ത് ഡിസംബർ 11-ന് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതായിരുന്നു ഏകദേശം നമുക്ക് കിട്ടിയ റിപ്പോർട്ട്. എന്നാൽ ഇപ്പം ഇലക്ഷനുമായി ബന്ധപ്പെട്ട് 15-നാണ് എക്സാം തുടങ്ങുക എന്നൊരു സാധ്യത കാണുന്നുണ്ട്. ഒന്നും ഉറപ്പായിട്ടില്ല. എനിവേ 4 ദിവസം അങ്ങോട്ട് നീട്ടിയത് കൊണ്ട് അത് നീട്ടുകയാണെങ്കിൽ അത് ഉഴപ്പാനുള്ള ഒരു റീസൺ ആയിട്ട് ഒരിക്കലും എടുക്കരുത്. കാരണം നമ്മളുടെ മുന്നിൽ ആവശ്യത്തിലധികം ഞാൻ പറയുന്നില്ല. കാരണം എന്താ, നിങ്ങളുടെ ആവശ്യത്തിൽ നിങ്ങൾ പഠിക്കാൻ പറ്റുന്ന സാധനങ്ങളെ മുന്നേ ഉള്ളൂ. അപ്പോൾ ആവശ്യത്തിന് സാധനങ്ങൾ നമ്മളെ മുന്നിലുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. നല്ല രീതിക്ക് ഇനി മുന്നോട്ട് പോയില്ലെങ്കിൽ നല്ല 8-ൻ്റെ അല്ല 9-ൻ്റെ അല്ല 10-ൻ്റെ പണി തന്നെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. കാരണം 10-ൻ്റെ പണി എന്ന് പറയാൻ കാരണം ഇപ്പോൾ ഈ 9-ൽ നിങ്ങൾക്ക് എന്തായാലും 8-ൻ്റെ പണി കിട്ടും. അടുത്ത കൊല്ലം 10ാം ക്ലാസ് എത്തുമ്പോൾ അത് 10-ൻ്റെ പണിയായിരിക്കും. ഉറപ്പായിട്ടുള്ള കാര്യമാണ്. സോ ഉഴപ്പണം ആർക്കെങ്കിലും എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് ഈ നിമിഷം എടുത്ത് കളഞ്ഞോളൂ. ആൻഡ് ജസ്റ്റ് ഒന്ന് വീഡിയോ പോസ് ചെയ്ത് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇപ്പോൾ എന്താ സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, ആൻഡ് എന്താണ് വരാൻ പോകുന്ന ക്രിസ്മസ് എക്സാമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്രിസ്മസ് എക്സാമിന് നിങ്ങൾ എത്ര അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുന്നുവോ അത്രയും ലോഡ് നിങ്ങൾക്ക് മെയിൻ എക്സാമിന് കുറഞ്ഞു കിട്ടും എന്നുള്ളതാണ്. കാരണം ക്രിസ്മസ് എക്സാമിന് നിങ്ങൾ നല്ല രീതിക്ക് പഠിക്കുകയാണെങ്കിൽ മെയിൻ എക്സാമിൻ്റെ നല്ലൊരു പോർഷൻ നിങ്ങൾ അവിടെ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഈ ലോഡ് കുറയുമ്പോൾ നമുക്ക് പ്രഷറും കുറയും. ഇപ്പോൾ കുറേ പഠിക്കാൻ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ആകെ പ്രഷറാകുക. എന്നാൽ കുറച്ച് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളെങ്കിൽ അവിടെ നമുക്ക് അത് ഈസിലി പഠിക്കാൻ പറ്റും. സോ ക്രിസ്മസ് എക്സാമിനെ നിങ്ങൾ സീരിയസ് ആയിട്ട് കാണണം. എങ്കിൽ വരാൻ പോകുന്ന മെയിൻ എക്സാം നിങ്ങൾക്ക് നല്ല ഈസി ആയിരിക്കും. അങ്ങനെയെങ്കിൽ അവിടെ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വരാൻ പോകുന്ന മെയിൻ എക്സാം ഈസി ആയി കഴിഞ്ഞാൽ നല്ലൊരു കോൺഫിഡൻസ് ബിൽഡാവും. ആ ഒരു കോൺഫിഡൻസിൻ്റെ മുകളിൽ വരാൻ പോകുന്ന 10ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് ഓരോ യൂണിറ്റ് ടെസ്റ്റ് മുതൽ നിങ്ങളെ ക്ലാസ്സിലെ ടോപ്പർ ആവാൻ പറ്റും. സോ അതിന് ഇപ്പം നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനുവേണ്ടി ഇന്ന് നവംബർ 10-ാം തീയതി കറക്റ്റ് 7:30 നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സ്റ്റഡി പ്ലാൻ വെക്കുന്നുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ ആണ്. ഇറ്റ് വിൽ ഓൺലി ടേക്ക് 20 to 25 minutes. അത്ര മാത്രമേ നമ്മൾ എടുക്കുള്ളൂ. പക്ഷെ അവിടെ നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരുപാട് സ്ട്രാറ്റജീസ് ഡിസ്കസ് ചെയ്യും. നിങ്ങൾ ഇതുവരെ എങ്ങനെ പഠിച്ചു വന്നവരാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ഒന്ന് ഗിയർ ഷിഫ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ സകല സാധനങ്ങളും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും. ലൈവ് ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഇപ്പം തന്നെ ലൈക്ക് ചെയ്തിട്ട് നോട്ടിഫൈ മീ ഓൺ ചെയ്തിടുക. നിങ്ങൾ വർക്ക് ചെയ്താൽ നിങ്ങൾ ഇതുവരെ എന്ത് ചെയ്തെന്നുള്ള വിഷയമല്ല. ഇനി നിങ്ങൾ വർക്ക് ചെയ്യാൻ റെഡിയാണെങ്കിൽ നീ എത്ര ബിലോ ആവറേജ് കുട്ടിയാണെങ്കിലും നിനക്കെന്താ ഫുൾ മാർക്ക് തന്നെ കിട്ടുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുക. നീ പണിയെടുക്കാൻ തയ്യാറാണെങ്കിൽ നിനക്ക് കിട്ടും. ഇതുവരെ ഉള്ളത് പോട്ടെ, ഇനി അങ്ങോട്ട് തയ്യാറാവുക. ആൻഡ് അതിനെന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നറിയാനാണ് നമ്മൾ ഇന്ന് ലൈവ് വെച്ചത്. സോ ഇപ്പം തന്നെ ലൈവ് ലിങ്ക് ലൈക്ക് ചെയ്തിട്ട് ഫ്രണ്ട്സിന് ഷെയർ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് നോട്ടിഫൈ മീ ഓൺ ആക്കിയിടാം. നമുക്ക് 20-25 മിനിറ്റ് കൊണ്ട് മൊത്തം കാര്യങ്ങളും പറഞ്ഞ് അടിപൊളിയായിട്ട് ഇന്ന് മുതൽ ഒരു പുതിയ പ്രതീക്ഷയിൽ പഠിച്ചു തുടങ്ങാം. സി യു, ബൈ.